ഭാവികളില്ലാത്തൊരീ ഭൂതങ്ങളായി വാഴുന്നിതാ. എല്ലാ ബോക്സിന്റെ മണ്ടയിലും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പീരുമാമിന്റെ ഓരോ ബോഡി പാർട്ടും 11 പേർക്കായിട്ട് വീതം വെച്ചതായിരിക്കും. എന്തിന്? അയാളുടെ വയറ് തിന്നാനോ? എടിയാതൊക്കെ വിഷമാണ്. എന്തായാലും ചിന്നേട്ടൻ തുറക്ക്. ഞാൻ തന്നെ ആദ്യം തുറക്കണോ? ചിന്നേട്ടന് പേടിയാണെങ്കിൽ മാറിയേക്ക്, ഞാൻ തുറന്നോളാം. പീരുമാന്റെ വയറുറ്റന്റെ കാശാണോ ഇത്? നിങ്ങളുടെയൊക്കെ തുറന്നു നോക്ക്, എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് പെട്ടി തുറക്കാൻ നിന്നാ ജിന്നേട്ടൻ ഇതെല്ലാം എടുത്ത് മുക്കും. എന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഈ പെട്ടി എടുത്ത് ഓടാം. ജിന്നേട്ടനോടാണില്ല, ആ വണ്ടിക്കെങ്കിലും ചെന്നാണ് വേണ്ടേ. ജൂണേട്ടൻ കൊണ്ട് ഇടിപ്പിച്ച് 10 പോലാക്കി ആ വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ട്. അത് ഓടിച്ചോണ്ട് ജിന്നേട്ടൻ നമ്മളെ വളരെ എന്തുവാടാ ഒരു പെരുവെടുപ്പ്? ഇതിന്ന് നിനക്കൊന്നും അടിച്ചില്ല, കാശും തരൂല. അല്ലേലും ഞങ്ങക്ക് തന്റെ കാശൊന്നും വേണ്ട. അതെ ജീവനേട്ടാ, വേണ്ടോ? അതെ റോസേ, ഇത്തവണ ഞാൻ ഈ ടോട്ടന്റെ പക്ഷത്താണ്. ചേച്ചി അത് പറയരുത്. ഞങ്ങൾക്ക് നിന്റെ ഫുഡ് മതി. മരപ്പട്ടി വാതോന്നപ്പോഴേ എനിക്ക് അറിയുന്നു ഇതെല്ലാം ചളാവുന്നു. അതെന്താ ഫുഡ് വേണ്ടേ? പട്ടിണിയൊക്കെ എന്നെ കിട്ടൂല. അതെന്താ ജിന്നേട്ടാ ഫുഡ് തരത്തില്ലേ? നിന്നെ പട്ടിണി കിട്ടുകൊല്ല അറിയാനിട്ടല്ല, പിന്നെ നിനക്ക് അടിച്ചു തിന്നോന്ന് പേടിച്ചിട്ടാ. ജിന്നേട്ടാ, എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഫ്രോഡാണെന്നാ. എനിക്ക് പണ്ടറിയുന്ന റോസ് ഫ്രോഡാണ്. മറ്റുള്ളവരെ ഫുഡ് കഴിച്ച ബുദ്ധിമുട്ട് വെച്ച് വട്ടുപടിപ്പിക്കുന്ന മാനസിക രോഗി ഞാനല്ലായിരുന്നു. മാനസിക രോഗി റോസ് ഫ്രോഡാണെന്നല്ല ജിന്നേട്ട, ഈ പൈസ ഫ്രോഡാണെന്ന്. ഈ പൈസ എങ്ങാനും കള്ളപ്പണമാണെങ്കിൽ ജിന്നേട്ട ഈ 1 കോടിക്ക് വരും 10 കോടി അങ്ങോട്ട് അടയ്ക്കേണ്ടി വരും. ജിന്നേട്ടാ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പേര് ഡ്രാക്കുള. ആണോ? അല്ല, പെണ്ണ്. ഇതൊക്കെ വിശ്വസിക്കാൻ പോവാണോ? ഡ്രാക്കുള എന്നത് പുള്ളിയുടെ ഇരട്ട പേരാ, ശരിക്കുള്ള ഒരു സേവർ. ഈ പുള്ളിക്ക് പൈസ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ വഴി കൂടെ പോയപ്പോൾ പെട്ടി കിടക്കുന്നുണ്ട്. അതൊന്നും അല്ല മനുഷ്യ, ഈ സിനിമയിലൊക്കെ കാണുന്നല്ലോ, ഒരു കറുത്ത സ്യൂട്ട് കേസ്. ഇതെടുത്തോണ്ട് അങ്ങനെ വീട്ടിൽ പോയി. എന്നിട്ട് തുറന്നു നോക്കിയപ്പോഴോ 1 ലക്ഷം രൂപ. ആണോ? ഇങ്ങനെ വല്ലാത്ത ശല്യായല്ലോ. ശരി, പറയട്ടെന്ന്. കുറച്ചതിന് ഒരു 9 മണിയൊക്കെ ആയപ്പോ പോലീസ് വന്നപ്പോഴേ അറിഞ്ഞേ ഇത് കള്ളപ്പണമാണെന്ന്. എന്നിട്ട് അത് ആരോ പോലീസിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അങ്ങനെ 30-60 ലക്ഷം തിരിച്ചടയ്ക്കേണ്ട വന്നു. മനുഷ്യനെ പേടിപ്പിക്കാവുന്ന അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടോടാ? ആർക്കറിയാം, വല്ല പെമ്പിള്ളാരും നോക്കാതെ. പക്ഷെ ഇനി ഇത് സത്യപ്പണമാണെങ്കിലോ ഒന്ന് പോയതിട്ടോ. ഒരുമാതിരി കള്ള ക്രിസ്ത്യാനി സത്യ ക്രിസ്ത്യാനി എന്ന് പറയുന്നല്ലേ. കള്ളപ്പണവും സത്യപ്പണവും. കള്ളപ്പണമാണോ സത്യപ്പണമാണോന്ന് ഞാൻ കണ്ടുപിടിക്കാം. സത്യപ്പണമാ നല്ല ഉപ്പുരസം. സത്യപ്പണമൊന്നും ആയതുകൊണ്ടായിരിക്കത്തില്ല, പ്രേതം ഉള്ളി വെച്ചതിന്റെ ഉപ്പുരസമായിരിക്കും. അതിന്റെ വായിലാരെങ്കിലും പഴവും കുത്തിക്കറ്റ വെച്ച് പിന്നെ ഞാൻ എന്താ തിന്നും? ഒരു വരിക്കച്ചക്ക് 2 തേങ്ങയും കേട്ടിട്ടിരുന്ന് പറയുന്ന നോക്കിയേ. അത് മാത്രമോ? രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ഒരു പാവം ഗിരിരാജൻ കോടി ഒരു ദാക്ഷിണ്യം ഇല്ലാതല്ലേ അവൾ അകത്താക്കിയത്. അതിനൊരു പൂട പോലും ബാക്കി വെച്ചില്ല. ബാക്കി വെക്കുമെന്ന് വിചാരിച്ചോ? പറഞ്ഞു എല്ലാരും ഇത് എങ്ങോട്ടാ പോന്നേ? ഞങ്ങളെ പെട്ടി തുറന്നു നോക്കട്ടെന്ന്. അങ്ങോട്ട് തുറക്കടി. അധികം കിടന്നാലോ ജിന്നേട്ടൻ ഇതിനകത്തുള്ള ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. ഡയറിന്റെ മേക്കപ്പ് പ്രോഡക്ട്സോ? ജിന്നേട്ട, ഇത് ഫ്രോഡൊന്നുമല്ല. ഇത് നമുക്ക് ആ പേരും ഗിഫ്റ്റ് അയച്ചായിരിക്കും. എനിക്ക് തിരിച്ചു വെച്ചേക്ക്. ഇതൊക്കെ ഫ്രോഡല്ലേ? എന്തിനാ നമ്മള് ചുമ്മാ 1 കോടി രൂപയൊക്കെ അടയ്ക്കുന്നത്? ഉള്ളതാ ജിസുവേച്ചി. ജിസുവേച്ചിക്ക് ഒരു കഥ അറിയോ? എനിക്കൊന്നും കേക്കണ്ട. അങ്ങോട്ട് കേക്ക്. എന്തുവാടാ നീ തിന്നുന്നേ? കേക്കോ? എനിക്കിതാടാ. ഇവിടെ ഉരുട്ടി വെച്ചേക്കുന്ന. ഉരുട്ടി വീങ്ങിയല്ലേ? ഞാൻ ഓൾറെഡി കൊതുവിട്ടാണ്. നീ വയറൊക്കെ അതവൾ എന്നോടല്ലേ പറഞ്ഞേ? ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയാ എല്ലാ പെട്ടിയും തുറക്കുന്നതിന് മുമ്പ് നമ്മള് പെട്ടിയിലാവും. എന്റെ പെട്ടി എന്താ നോക്കട്ടെ. നിന്നോട് ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ചാപ്പും ചാവളമൊന്നും കാണരുതെന്ന്. അതിൽ നിന്ന് എന്ത് വാല്യൂസ് ആണ് നിനക്ക് കിട്ടുന്നത്? എന്നിട്ടാണല്ലോ നീ 3 വർഷമായിട്ട് ബയോളജിക്ക് ഫസ്റ്റ് ഇയറിൽ പൊട്ടിയിരിക്കുന്നത്. അതാ എന്റെ അനിയത്തിയെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അതാ അവളുടെ ഒരേ ഒരു നാണക്കേട്. ഞാൻ എന്റെ പെട്ടി എന്താന്ന് നോക്കട്ടെ. എന്താടാ?